ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മ ഗുഡ് മോർണിംഗ്. മെരിന ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ എവിടെ പോന്നെ? ചുമ്മാ നടക്കാന്ന് വിചാരിച്ചു. കൊറേ ദിവസമായി അല്ലേ നമുക്ക് രാവിലെ നടക്കാൻ പറഞ്ഞിട്ടല്ലേ? രാവിലെ എഴുന്നേക്കാൻ മടി തോന്നും. ഇന്ന് 5:30 ഞാൻ അലാറം വെച്ച് എഴുന്നേറ്റ് അവിടെ കിടന്ന് പിന്നെ 6 മണി. നല്ല രസല്ലേ? അതെ, രാവിലെ കാണുമ്പോ നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ സ്ഥലം. അതെ, ഇപ്പൊ നെല്ല് കൃഷി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതെ കണ്ടോ, കാണുമ്പോ എന്താ ഭംഗിയുണ്ട്. അപ്പൊ ഞാനും മെരിന കുട്ടി എപ്പോഴും റീല് ചെയ്യും ഈ നെല്ല് കൃഷിക്ക് പാടത്ത്. അപ്പൊ നമുക്ക് ഡാൻസ് ഒക്കെ ചാലിങ്ങുമ്പോ നല്ല രസമുണ്ടല്ലേ അമ്മേ? അപ്പൊ ഇനി നമുക്ക് നടന്ന് അവിടെ കുഞ്ഞി പാർക്ക് മാതിരി സ്ഥലം ഉണ്ടല്ലേ, അവിടെ നമുക്ക് ഡാൻസ് റീൽസ് ഒക്കെ ചെയ്യും. അവിടെ പോയി കാണിച്ചു തരാം. വ്യൂ നല്ല വ്യൂ ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ ഇവിടുത്തെ സ്ഥലം കാണാൻ നമുക്ക് ഭംഗി തോന്നൂല, നമ്മൾ എന്നും കാണുന്നുണ്ട് കേട്ടോ. വേറെ സ്ഥലങ്ങളിൽ ഇതേപോലെ പോയി കാണുമ്പോ തോന്നും. പക്ഷെ ഈ നെല്ല് എനിക്ക് ഇഷ്ടാട്ടോ. അപ്പുക്കും ഭയങ്കര ഇഷ്ടം ഈ നെല്ല് കൃഷി. അപ്പൊ ഞാന്, അമ്മ, മെരിന കുട്ടി 3 പേര് നമുക്ക് രാവിലെ എണീച്ചിട്ട് 6 മണിയായി. അപ്പൊ നമുക്ക് നന്ദി പോവാ. കുറച്ച് വർക്കൗട്ടും ചെയ്യണേ. അങ്ങനെ ചെയ്യണോ? യെസ്. ഞാന് മെരിന എത്ര ദിവസം വന്ന മെരിന? 8 ദിവസം. only one day morning you walk ma 2 days ka picture mau bantu picture enjoy kaku dego kaku dego രാവിലെ പിള്ളേരെ ഉടച്ചെന്ന് പറയും. അതെ, നേരെ പോവാം. പിന്നെ നമുക്ക് ഈ വരി അങ്ങമരി വരി പോണ റൂട്ട് ആണ് കേട്ടോ. നമ്മുടെ സ്ഥലം എത്തി. അടിപൊളിയല്ലേ? അതെ കണ്ടോ, നിങ്ങൾ നല്ല രസാണല്ലോ. മഞ്ഞ അല്ലേ? നല്ല രസാണ് കേട്ടോ. ഇത് ഷാപ്പായിരുന്നു. എവിടെ ഇത്? ഇതായിരുന്നു ഷാപ്പ്. എന്താ ഷാപ്പ്? ഷാപ്പ് കള്ള്. നമ്മുടെ വല്യപ്പന് ഇവിടെ വേറൊരു ചേട്ടനാണ് ഷാപ്പിന്റെ ഇത് കള്ളൊക്കെ കൊടുക്കുന്നേ. നമ്മുടെ വല്യപ്പനില്ലേ, വല്യപ്പന് ഇവിടെ കറിക്കച്ചവടം ഉണ്ടായിരുന്നു. ഈ ഇറച്ചി, കപ്പ, അതൊക്കെ വല്യപ്പന് അങ്ങനത്തെ പരിപാടിയായിരുന്നു. എന്നിട്ട് അന്നൊക്കെ നമ്മള് അപ്പം ചുടാനായിട്ട്, പണ്ടൊക്കെ വല്ലപ്പോഴും അപ്പം ചുടുള്ളൂ. അപ്പൊ അപ്പം ചുടാനായിട്ട് കള്ള് വാങ്ങിക്കാനായിട്ട് അമ്മച്ച് വിടും. കള്ള് വാങ്ങിക്കാൻ വിടും ഞങ്ങളെ. അപ്പൊ പോരാൻ മടിയാ. പക്ഷെ ഇവിടെ ഒരു വല്യപ്പൻ ഞങ്ങളെ പുറകെ കൂടെ കൊണ്ടുവന്ന് കപ്പ, ഇറച്ചി അല്ലെങ്കിൽ അപ്പം, അതിന് എന്താ ടേസ്റ്റ് എന്നറിയാമോ? അങ്ങനെ തരും. വല്യപ്പന്റെ കാര്യം ഓർക്കുമ്പോ അപ്പം ഓർക്കുന്നത് കപ്പ. ഇതൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റാ. രാവിലേക്ക് വ്യൂ അടിപൊളിയാണല്ലോ. നമുക്ക് വേറെ എവിടെ പോയി ഈ മഞ്ഞ കാണൂല, അതെന്താ പറയൂ, അത് സ്ഥലം എവിടെ? നല്ല വ്യൂ ആണല്ലോ അത്. मेरे कुटी what happened? ഏലു നടന്ന് വർക്കൗട്ട് ചെയ്, എക്സസൈസ് ചെയ്, കുറച്ച് പോയി. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് ആ മറ്റേ വിത്തറിനായിരുന്നു. ലില്ലി അല്ലേ? അതെന്താ പറയൂ, ലോട്ടസ്, താമര, പിങ്ക്. ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. വെള്ളം വരുമ്പോ നല്ല രസം. മീനും ഉണ്ടാവും. ഇപ്പൊ വെള്ളമില്ലല്ലോ. മഴ സമയത്ത് നിറച്ച് ഇങ്ങ് വരെ വെള്ളം വരും. ഒരു ദിവസം ഞാൻ ആ സമയത്ത് മഴ സമയത്ത് മൊത്തം വെള്ളം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇത് പുല്ലാണോ വെള്ളമാണോ ഒന്നും മനസ്സിലാവൂല. ഞാൻ നടന്നു പോയുമ്പോ വെള്ളം ഉണ്ടായി അറിയില്ലല്ലോ. ഇങ്ങനെ വെള്ളമില്ല, ഞാൻ മുങ്ങിപ്പോയി. എൻ്റെ അമ്മ തല മാത്രം കാണുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. മീനൊക്കെ പിടിക്കുന്നു ആൾക്കാർ. ഇപ്പം മീൻ പിടിക്കും. വഞ്ചി ഉണ്ട് അവിടെ.
കണ്ടോ ഇത് വഞ്ചിയുണ്ടോ നമുക്ക് മീൻ പിടിക്കാനൊക്കെ വേണ്ടി. നല്ല സ്ഥലം. ഇത് വെള്ളം നിറച്ച് ആവുമ്പോൾ ഒരു നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് വേറെ സ്ഥലം പോകുമ്പോൾ ഇങ്ങനെ സ്ഥലം നോക്കി നോക്കി പോകും. വേറെ സ്ഥലത്ത് ചെല്ലുമ്പോ ഇങ്ങനത്തെ സ്ഥലം കാണുമ്പോ അയ്യോ എന്ത് നല്ല സ്ഥലമാണ്. ഇവിടെ നമുക്ക് നല്ല രസമല്ലേ ഇവിടെ കാണാനായിട്ട്. അതെ ഇങ്ങനെയുള്ളതുണ്ട്. ഇത് വെള്ളം വരുമ്പോ എന്താ ഭംഗി തോന്നും അല്ലേ. ലെറ്റ്സ് ഗോ ഹോം, ബാക്ക് ടു ഹോം. പോയി രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. പാപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് 10 മണിക്ക് ഹിന്ദി മൂവി ഷോ ഉണ്ട്. ശരിക്കും ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ പോയപ്പോൾ പിന്നെ അവിടെ എന്താ പ്രശ്നമായപ്പോൾ മൂവി കാണിച്ചില്ലേ അങ്കമാലിയിൽ. അപ്പോൾ ഇന്ന് പോന്നു. അപ്പോൾ കൂട്ട ഞാനും മെരിന കുട്ടി പോയി. പിന്നെ പുന്നസക്ക് സ്കൂളുണ്ടോ ഡാൻസ് പ്രാക്ടീസ് ആണോ ഇന്ന്. അപ്പോൾ പുന്നസക്ക് സ്കൂളിൽ പോവും. പിന്നെ വേറെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ 3 ചക്ക ആണട്ടോ. ഈ ആദ്യത്തെ വർഷം അല്ലേ അമ്മ, ഈ വർഷത്തേക്ക് ഫസ്റ്റ് ചക്ക അല്ലേ. അതെ മമ്മി തന്നായിരുന്നു. പക്ഷെ അത് പഴുത്ത് പോയായിരുന്നു. അപ്പൊ ഈ വർഷം നമുക്ക് പഴുത്തുണ്ടോ പച്ച ഉണ്ടോ. അപ്പൊ അത് വൈകിട്ട് നമുക്ക് സിനിമ പോയി വന്നിട്ട് നമുക്ക് നന്നാക്കി വൈകിട്ട് ചായക്ക് ഉണ്ടാക്കി കഴിക്കാം. മീൻ പിടിക്കും. ഞാൻ ഇന്നലെ മെരിനാക്ക് പറഞ്ഞേ നമുക്ക് മീൻ പിടിക്കാം. അങ്ങനെ തോത്ത് എടുത്തിട്ട് ഇങ്ങനെ മീൻ എടുക്കാം. അപ്പൊ ഇത് കഴിക്കുന്ന പറ്റോ? എനിക്ക് തോന്നി ഈ മീൻ നമുക്ക് കൊഴുവ ഉണ്ടല്ലോ. കൊഴുവ അതെ. അപ്പൊ നമ്മുടെ മമ്മി ആന്റിക്ക് അച്ഛങ്ങ കണ്ടോ. ആന്റി ഇത് ഇങ്ങനെ നിറച്ച ആന്റി അപ്പച്ച ഇതൊക്കെ അച്ചിങ്ങ ഇടും. അപ്പോൾ നാടൻ അച്ചിങ്ങ വലുതാവുമ്പോൾ നമുക്ക് എല്ലാരും തിന്നും. എന്തോരം മീനും ബാപ്രേ. മെറിനെ അയച്ചത മീന് അയച്ച മാച്ചായിരുന്നു. ബാപ്രേ. നമ്മളെ കോഴി കാണിച്ച് തരാം. മുട്ട ഇട്ടിട്ടുണ്ട് നോക്കട്ടെ. ഇത് ക്ലോസ് ചെയ്തേ അമ്മ. അമ്മുഞ്ഞ കോഴി കറി. ചക്കട് ഇത് ഭയങ്കര ഇതുണ്ട്. അമ്മുഞ്ഞു മുട്ട ഉണ്ടോ നോക്കട്ടെ. ഒളിച്ച് മുട്ട ഇടും അങ്ങനെ. ഇതേ എത്ര വലുത് മുട്ട കണ്ട്. ഇപ്പുറത്ത് ഉണ്ട് നോക്കട്ടെ. ദിവസം 4-3 മുട്ട കിട്ടും. ഇല്ല. ഗുഡ് മോർണിംഗ്. എന്താ ചെയ്യണേ? ചായ തളിപ്പിച്ചു. പിന്നെ കഞ്ഞി. എന്താ എത്ര രാവിലെ കഞ്ഞി തളിപ്പിക്കുന്നോ. മുട്ട കിട്ടിയതേ ഒരു മുട്ട കഴിച്ചപ്പോഴിങ്ങ് തിന്നോ. നല്ല ഉണ്ടായിരുന്നോ? അന്ന് ഞാന് പുഴുങ്ങിപ്പോ തൊലി പോയില്ല. ഓക്കെ ഞാൻ പോയി ചായ ഉണ്ടാക്കാം നമുക്ക്. രാവിലെ നടന്ന് വന്നോ അമ്മേ. ഞമ്മക്ക് സുരേഷ് അങ്കല് ജാക്ക് ഫ്രൂട്ട് മേടിച്ച് തന്നോ. രാവിലെ കഴിച്ച വയറുവേദന. പുനസ് സ്കൂളിൽ പോയി വരുമ്പോ അപ്പൊ അമ്മ ജാക്ക് ഫ്രൂട്ട് നന്നാക്കി വെക്കാം. ഗുഡ് മോർണിംഗ്. ഇന്ന് സ്കൂളിൽ ഇടിയപ്പം മുട്ടക്കറി വേഗം. ഇപ്പൊ ചക്കഞ്ഞി ഇഷ്ടംപോലെ ഉണ്ടാവും. കഴിയുമ്പോ കൊച്ചു തിന്നേ മണുണ്ടോ? അപ്പൊ നമ്മുടെ 3 ചക്ക ഉണ്ടോ? ആദ്യത്തെ ചക്ക ഇപ്പൊ ഇങ്ങനെ കിട്ടി തുടങ്ങും. അമ്മയും മോള് ചക്ക കടന്ന ഒരു മരിക്കലുണ്ട്. എന്താ അപ്പോ ചക്ക ഇറച്ചി കഴിക്കണം. നമുക്ക് ഇറച്ചി കിട്ടിയാലേ ഞങ്ങൾക്ക് അങ്ങനെ ചക്ക വെച്ച് നോക്കിക്കേ. നല്ലതാ. പക്ഷെ എനിക്ക് ചക്ക എങ്ങനെ വെച്ചാലും ഇഷ്ടം.
ചക്ക വളർത്തുന്നത് ഇഷ്ടാ, ചക്ക വയ്ക്കുന്നത് ഇഷ്ടാ, പച്ചച്ചക്ക ഇഷ്ടാ, പഴുത്തിയൊക്കെ ഇഷ്ടാ. പുള്ളിയതിനൊക്കെ നടക്കും. എവിടെ ചക്കയുള്ള എവിടെ ചക്കയുള്ള എന്ന് ചോദിച്ചുകൊണ്ട് ഇതൊക്കെ ഞാൻ ചോദിച്ചിട്ട് കൊണ്ടുവന്നിച്ചാ. ആ നമ്മുടെ സുരസേട്ട ഉണ്ടല്ലോ, സുരസേട്ടൊക്കെ പറയുന്നു ചക്ക ഉണ്ടെന്ന് തരുന്നോട്ടാ പറഞ്ഞ. അപ്പൊ തന്നെ മടുക്കൂല കപ്പയാ അമ്മേ. ചക്കയും കപ്പയൊക്കെ തിന്നാ നമ്മള് വളർന്നേ, അത് മറക്കാൻ പാടില്ല. ഇപ്പഴാണ് ബർഗറും പിസയും കുന്തവും കുറച്ചൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടം ചക്കയും കപ്പയും. എത്ര കഴിച്ചാലും മതിയാവില്ല. കപ്പയും പോട്ടിയൊക്കെ മേടിച്ചൂടി പറമ്പീന്ന്. കഴിഞ്ഞ വർഷം നല്ല മധുരം ഉണ്ടായിരുന്നു. അതിന് നല്ല മധുരം ഉണ്ടാവും. ഇതിന് മൂർച്ചയില്ല. ഇതിന് അതൊന്നും ചോദിച്ചാൽ മേടിച്ച ചക്ക. അതിന്റെ ചക്ക ചക്ക ആയോ ചക്ക ആയോ? അതെ, ചക്ക നല്ല സാധനമല്ലേ. ചക്ക ഉണ്ട്. ഞാനൊക്കെ വേണ്ടി ഒരെണ്ണം മൂക്കിനൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ടോ? എന്റെ അമ്മ എവിടെയാണ്? എല്ലാ ചാച്ചക്ക് വീട്ടില് ഞാനൊക്കെ ചേച്ചി ആന്റി പറഞ്ഞു മൂക്കട്ടിട്ട്. അപ്പൊ ഞാൻ തരാട്ട പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും അറിയാ, എല്ലാവർക്കും അറിയാം. ചോയിക ചക്കപ്രാന്തി അല്ലേ. പലത്ത് നന്നാക്കി കഴിഞ്ഞോ. ഇത് ചക്കക്കുരു ഇന്ന് നമ്മുടെ പച്ച. ഇത് വൈകിട്ടേക്ക് വേണ്ടിയല്ലോ. തിന്നുന്നുണ്ടല്ലോ. ഞാൻ മാത്രം സാരി ഇട്ടിട്ട് അലക്കോ പറയുന്നുണ്ട്. അതെ, ഇത് നമുക്ക് വൈകിട്ട് കറിക്ക് വേണ്ടിയാല് ചായക്കിട്ട് കുടിക്കാം, ചായക്കിട്ട് കഴിക്കാം. പച്ച ഇത് മതി. നല്ല ചക്ക ഉണ്ടാക്കുന്നുണ്ടോ? ആരെങ്ങൾക്ക് വേണോ ചക്ക? ചക്ക അതെ, കഴിക്കുന്ന കൊതി വരും. പിന്നെ ഉച്ചക്ക് ചോറ് കൊണ്ടിട്ട് നമുക്ക് രാവിലെയൊക്കെ ചായ കുടിച്ചിട്ട് നേരെ മൂവി കാണാൻ പോയി. ഹിന്ദി മൂവി കണ്ടിട്ട് വന്ന് പിന്നെ ഉറക്കം വന്ന് ഞാനൊക്കെ ഉറങ്ങിപ്പോയി. കുറച്ചു നേരമായി എണീച്ചിട്ട് ചോറ് കൊണ്ടിട്ട്. അപ്പൊ ഇപ്പൊ അമ്മ ചക്ക ഉണ്ടാക്കുന്നുണ്ട്. അപ്പുകുട്ട മീൻ മേടിക്കുന്നു പോയിട്ടുണ്ട് അല്ലേ. കൊച്ചെ ഉറങ്ങിപ്പോയി. കൊച്ചെ സ്കൂളിൽ ഡാൻസ് ഉണ്ടായിരുന്നു. ഡാൻസ് കളിച്ചിട്ട് വന്നോ ഉറങ്ങിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നല്ല ചക്ക. വോ അടിപൊളിയായല്ലോ. പക്ഷെ ചക്ക ചൂട് തന്നെ കഴിക്കുന്നു. അപ്പൊ നല്ല രുചി കിട്ടും. കപ്പ ചക്ക. ആ ചക്ക നല്ല ചൂട് തന്നെ കഴിക്കണം. ഞാനിപ്പോ കഴിക്കുന്നല്ലോ കുറച്ച് കഴിക്കും. ഞാന് തുണി കഴുകി വരട്ടെ. खाओ किदेसे लाग्यो मलाई भन्नु त लसुनहरु त्यो हालेर हामीले साज्छ नि के आलुहरु त्यस्तै रहेछ अच्छा है कैसा लगा टेस्टी लगा लसुनहरु लसुन चिकनहरु सालेको लसुनको टेस्ट चाहिँ लाग्यो लसुन र उयो त हाल्यो त प्याज सानो खालको प्याज मेरिनाको फर्स्ट टाइम आनाटा ಈ ಚಕ್ಕ खाइकिन ಇಷ್ಟ ಆಯ್ತು ನಲ್ಲದ ಬರಾನೋ ನಿಜಕ್ಕೆ ದಾನ हो ಚಕ್ಕ ಕುರು ದಾನ ಅಂತ त्यो कलिलो दाना हो नि त മെരിന ഞാനും തുണി കഴുകി വന്നു. അപ്പോൾ ഇത് ചായ ചക്ക കുടിച്ചിട്ട് പിന്നെ നമുക്ക് പോവാം. കട പോയി അരി മെരിക്കണം, വെളിച്ചെണ്ണ മെരിക്കണം. പിന്നെ അത്ര ഉണ്ട്. വെളിച്ചെണ്ണ അരി മെരിക്കണം. പിന്നെ തുണി എനിക്ക് മെഷീനിൽ ഇടും. പക്ഷെ കൂടുതൽ ഞാൻ കയ്യിൽ കഴുകുന്ന ഇഷ്ടം. കയ്യിൽ കഴുകുമ്പോൾ ചെടിയൊക്കെ നന്നായിട്ട് പോവില്ലേ. അപ്പോൾ എപ്പോഴും ഞാൻ കൂടുതൽ വാഷിംഗ് മെഷീനിൽ കഴിക്കില്ല, കയ്യിൽ കഴിക്കും. വാഷിംഗ് മെഷീനിൽ ഡെയിലി തുണി ഒരു പ്രാവശ്യം കഴിക്കും. പക്ഷെ ഞാനൊക്കെ കൊച്ചൊക്കെ എനിക്ക് കുറച്ച് കൂടുതൽ ഞാൻ കയ്യിൽ കഴിക്കും. मीठा है, मीठा अच्छा है, टेस्टी है. यस्तो पकाउँछ भनेर कहिले सोचेको पनि थिइनँ. ചക്ക ഇങ്ങനത്തെ പലത്ത് ചക്ക കഴിക്കും. പിന്നെ ഇടിയൻ ചക്ക കഴിക്കും. ഇങ്ങനത്തെ ഉണ്ടാക്കി കഴിക്കില്ലല്ലോ. അപ്പോൾ അവൾക്ക് മാറിയില്ല. അപ്പോൾ കഴിക്കുന്നുണ്ട്. त्यस्तो उयो पनि तपाईँहरूले फ्रुट्स खान्छ त्यसरी पनि खान्छ हामीले अझै पाकेर पनि खान्छ है. खै मलाई पनि दिएको एक गाँस. ठिकै रहेछ मसला.
काकाको पर्खिन अन्त तँ चाहिँ साइकलमा म चाहिँ हिँडेर कहिले कहिले हुन्छ वेट गरौ उधर वेट गरौ त्यहाँ बसेर कसैलाई മെറിന സൈക്കിളിൽ പോകുന്നുണ്ടോ ഞാനെന്നായിരുന്നു എന്നെ പോണു അപ്പോൾ അടി വിളിച്ചിന മേടിച്ചിട്ട് വരാം ഏതാ പറക്കി ഗാഡി എടുത്ത് ജായ് ഇവിടെ കട എത്തി ഹലോ ഹായ് ചേച്ചി എവിടെ ഇന്ന് കുറെ പച്ചക്കറി ആണല്ലോ വിളിച്ചെന്ന ടീ പാരറ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിച്ചേന്നു കേട്ടോ ഇനി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാന് വൈകിട്ട് അവിടെ പോയി കട പോയി ഞാന് മെരിന കട പോയി മെരിന എനക്ക് ഒട്ടൊക്കെ ആകി അവള് സൈക്കിളിൽ കൂടി 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 പോയി അല്ലേ ഡി ഓ സോറി ഡി ഇല്ല അല്ലേ കൊച്ചി ആ അപ്പൊ പിന്നെ രാത്രി ആയല്ലോ അപ്പൊ ഞാന് ഇനി എന്താ വൈകിട്ട് നമുക്ക് ബീഫ് ചോറ് ഉണ്ടാക്കി പുണ്യസൊക്കെ വേണ്ടി ചിക്കൻ കറി ഉണ്ടാക്കി അല്ലെ കൊച്ചേ പിന്നെ പുണ്യസൊക്കെ ഫുഡ് കൊടുത്തോ പിന്നെ വൈകിട്ടും കുക്കിങ്ങും ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം ഞാൻ കാണിക്കാത്ത അപ്പൊ പുണ്യസൊക്കെ കുളിച്ച് തന്നോ ഫുഡ് കൊടുത്തോ അത് കഴിഞ്ഞിട്ട് ഹോംവർക്ക് ചെയ്യുന്നുണ്ട് നിറച്ച് കുറെ ഹോംവർക്ക് ഉണ്ട് അല്ലെ വേണ്ട ഇന്നലെ ഒന്നും ഹോംവർക്ക് ചെയ്തിട്ടില്ല അല്ലെ അപ്പൊ ഇന്ന് എല്ലാം ഹോംവർക്ക് ചെയ്യണം പഠിക്കണം കേട്ടോ അപ്പൊ അങ്ങനത്തെ പുണ്യസൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ് പിന്നെ ഞാനും കുളിക്കണം അത് കഴിഞ്ഞിട്ട് ഉറങ്ങണം അപ്പൊ അതെ അമ്മ കുളിക്കിന് കയറിയിട്ടുണ്ട് അമ്മ ഡൈ ഇട്ടിട്ട് സുന്ദരിയായി കുളിക്കുന്നുണ്ട് അപ്പൊ എത്രയുണ്ട് ഇന്നത്തെ ദിവസം ബായ് പറ മരീന കുട്ടി ബായ് അവിടെ ആൻസി കുട്ടി കിടക്കുന്നുണ്ട് പുണ്യസെ ബായ് സെ ബായ് ഓ മൈ ഗോഡ് അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ ബൈ